ക്ലൈമാക്സിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു തുറന്നു പറച്ചിൽ, അതും ഗിഫ്റ്റിലൂടെ രണ്ടുപേരുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ അവർ തുറന്നു വരട്ടെ അല്ലേ, അവരുടെ ക്രിസ്മസ് ഗിഫ്റ്റിലൂടെ. ഷോ അനുവിന് നാണം വരുന്നുണ്ട്. അനു, തങ്കു, 5 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല അവന്റെ മനസ്സിന്. തങ്കുവിന്റെ മനസ്സ് പക്ഷേ ഉണ്ടല്ലോ, കാര്യമായിട്ട് കൊടുക്കണം എന്നുള്ള സത്യം പറ, അത്ര വെയിറ്റ് ഉണ്ട്. എന്റെ അമ്മായിപ്പിനുള്ള കുക്കറിലടാ അത്. കഴിഞ്ഞ 5 വർഷമായിട്ട് എന്റെ തങ്കച്ചേട്ടന് ഞാൻ എല്ലാ വർഷവും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഇത്തവണ കുറച്ച് സ്പെഷ്യൽ. അതെ അതെ അതെ. അപ്പൊ ഇതുവരെ 5 വർഷമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണല്ലേ ക്രിസ്മസ്. നീ 5 വർഷം ആഘോഷിക്കുന്ന 5 വർഷമായിട്ട് ആ ലോണിന്റെ പൈസ അടച്ചോണ്ടിരിക്കുക. അതെനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഓരോന്ന് ഇളിച്ചു കാണിക്കും, അവൻ ഇത് മേടിച്ചു കൂട്ടാനുള്ള വ്യഗ്രത. ചേട്ടാ ചില സമയത്ത് മാത്രം സത്യം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് മാത്രം ഒരുപാട് വലിയ ബില്ലാവുന്ന സമയത്ത് അവരടുത്തൊന്ന് പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയൊക്കെ കീരിയും പാമ്പായിട്ട് കാണിച്ചാലും ശശി, ഉള്ളിന്റെ ഉള്ളില് ഇത്രയായിട്ടും അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ മാറ്റി തരാൻ പറഞ്ഞൂടെ? 5 വർഷമായിട്ട് ഇവര് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറെ. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ 3 വർഷം കഴിഞ്ഞിട്ട് ഒരാളോട് ജിഷിൻ വന്നെന്ന് പറഞ്ഞ പോലെ, ഞാന് സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ഒരിടയ്ക്ക് ഞാൻ വന്നപ്പോഴൊക്കെ തങ്കച്ചൻ തങ്കു ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ തിരിച്ചു വരണമെന്ന് ഒരുപാട് പേര് പറഞ്ഞതും, അതെന്താ അങ്ങനെ ഒരു പോക്കും പിന്നെ ഒരു ഭയങ്കര വരവും, ഇതിനൊരു അവസാനമില്ലേ? സംഭവം കിലുക്കൻ സിനിമയിൽ ഇന്നസെന്റ് ഇറങ്ങി പോലെ പോയതാണ്. എത്ര നാളെന്ന് വെച്ചാൽ പട്ടിണി കിടക്കണേ, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, തലയിൽ മാന്തി നോക്കി ഒരു രക്ഷയില്ല, ഇവരിട്ട് വിളിക്കണില്ല. തങ്കച്ചന് ഏറ്റവും ഇഷ്ടം എന്ന് പറയാം, ഇവിടെ വരുന്നതിനേക്കാളും യൂട്യൂബിൽ കമന്റ് വായിക്കും. തങ്കുവിനെ കണ്ടില്ലല്ലോ, അത് കേൾക്കുമ്പോഴാണ് ശരി. സത്യം ഞാൻ പറയാം, തങ്കച്ചൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇവിടെ നിന്ന് 1 കൊല്ലം ബ്രേക്ക് എടുത്താൽ സിനിമ കിട്ടുന്ന ആരോ ഏതൊരു പ്രാന്തൻ പറഞ്ഞ് അങ്ങനെ 1 വർഷം ഗ്യാപ്പ് എടുത്തു. സത്യം ഈ പറയുന്ന എന്തായിരുന്നു സത്യാവസ്ഥ? എന്തായിരുന്നു? അവൻ സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് എടുത്ത് കിട്ടിയത് അസീസിന് സിനിമ. ശരി, ഓക്കെ. ഗിഫ്റ്റ് കൊടുക്കല്ലേ? അനുവിനത് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെമ്പലം മുട്ടി ഈ ഒരു മാസം ഡിസംബർ ആവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ശരി, അനുവിന്റെ ഗിഫ്റ്റ് ആദ്യം വേണം, തങ്കുവിന്റെ ഗിഫ്റ്റ് ആദ്യം കൊടുക്കണോ? ഈ വലിയൊരു ഗിഫ്റ്റ് കാണുമ്പോ എല്ലാവർക്കും ഈ ഗിഫ്റ്റിനകത്ത് വലിയ എന്തോ ആണ്, ഒരു വലിയ ഗിഫ്റ്റ് അല്ലേ? അപ്പൊ ഇത് ആദ്യം ഓപ്പൺ ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലെ? ഇവരുടെ ഓപ്പൺ ചെയ്യാം. അല്ലല്ല, ചേട്ടാ നീ കൊണ്ടു. ഒരു പ്രാവശ്യം പറ്റിക്കും, 2 പ്രാവശ്യം പറ്റിക്കും. തങ്കച്ചന്റെ സെറ്റ് വല്ലം എടുത്തു കൊടുക്കടി വായിന്ന്. അടിമാലി ഒരു മനുഷ്യന് 1 പ്രാവശ്യം പറ്റിക്കാം, 2 പ്രാവശ്യം കിട്ടിക്കാം, അപ്പോൾ 5 പ്രാവശ്യം പറ്റിക്കാം. ഇത് 5 വർഷമായിട്ട് പറ്റിച്ചോണ്ടിരുന്നിട്ടും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവന്റെ ഗിഫ്റ്റ് കണ്ടോ, അവക്കടെ ഗിഫ്റ്റ് കണ്ടോ? ഒരാളുടെ ഗിഫ്റ്റിൽ അങ്ങനെ വലിപ്പമൊന്നുമില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, ഒരാളെ ഇങ്ങനെ കളിയാക്കാനും പാടില്ല. 5 വർഷം, അതെ, അവർക്ക് തമ്മിൽ സ്നേഹം തോന്നാൻ അവരുടേതായ കാരണങ്ങളുണ്ട്. അങ്ങനെയല്ല, 5 വർഷമല്ല, നമ്മൾ 5 വർഷമല്ല, ഇനി ഒരുപാട് വർഷം ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കില്ല ചേട്ടാ. പ്രണയിച്ചോണ്ടിരിക്കുന്നല്ല, തേച്ചോണ്ടിരിക്കുന്നല്ല. അല്ല, ഇനി ഗ്രാമീണ ബാങ്കിലും കൂടെ ഇനി ലോൺ എടുക്കാൻ ബാക്കിയുള്ളൂ പുള്ളി, കിട്ടോ? അത് വേറെ കാര്യം. അത് ഗിഫ്റ്റ് മേടിച്ചു തരാറുണ്ട്. ഷൂട്ടിന് തലേ ദിവസം ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടാ വരണല്ലേ? പോണേ ഇങ്ങോട്ട് ഐഫോൺ മേടിച്ചോ, അങ്ങോട്ട് സുഗന്ധ മുറുക്കാൻ മേടിച്ചു കൊടുക്കും. അപ്പൊ ഈ ഷൂട്ടിന് കിട്ടുന്ന പൈസ എല്ലാം വീട്ടിൽ പോണില്ല, ഇങ്ങോട്ടാണ് പോണത്. ഇത് വേറെ സമയം ഒരു കിഡ്നി വില പറഞ്ഞു വെച്ചേക്കുക. നമുക്കാണ് ഇപ്പൊ ക്രിസ്മസ്, നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടുന്നു, അത് നമുക്കിപ്പോ എല്ലാ വർഷത്തിലും 1 പ്രാവശ്യമേ ഉള്ളൂ. പക്ഷെ അളിയനുണ്ടല്ലോ എല്ലാ ഷെഡ്യൂളിലും ഗിഫ്റ്റ്, അനുവിന് ഗിഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്.
എനിക്കുള്ളതെല്ലാം തങ്കച്ചേട്ടനുള്ളതല്ലേ? അങ്ങനെ അതെ അതെ അതെ, ഇത്ര പൊക്കമുള്ള ഒരു കാലം, അല്ലല്ല. അതിന്റെ മണ്ടയിൽ ഒരു ചെറിയ കാലം, പിന്നെ അതിലൊരു ഒരു ക്ലാരിറ്റി വേണം. അനുവിനുള്ളതെല്ലാം തങ്കച്ചൻ ചേട്ടനുള്ളതല്ലേ എന്ന് പറഞ്ഞാ ഇപ്പൊ എഴുതി കൊടുക്കണം. എനിക്കുള്ളതെല്ലാം തങ്കച്ചേട്ടനുള്ളതാണ്. അത് ആരാ പറഞ്ഞ് എഴുതി കൊടുക്കണമെന്ന്? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എഴുതി എല്ലാം കൊടുക്കണം. തരുന്ന കൂട്ടത്തിൽ എക്സസൈസ് നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന കുറച്ച് പെറ്റിയുണ്ട്, അതിന്റെ തരല്ലേ എനിക്ക് അടക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ലൈക് പാട്ടിട്ടിട്ട് നിങ്ങൾക്ക് അല്ലേ വേണം എന്നാണോ ഉദ്ദേശിക്കണേ? ലൈവ് പോണടാ. എടാ ആൾക്കാർ കാണും. ഡേയ്, ഡാ, ആൾക്കാര് ഇതൊക്കെയാണ് ഇവര് തമ്മിലുള്ള സാക്ഷി. ഒന്നുമില്ല എന്ന് പറയുക. ലൈവ് പോണ്. ഇത് കരിപ്പട്ടി ചേട്ടന്റെ കാര്യം പറയാറില്ലേ? ഇതാണ് ഈ നിൽക്കുന്നത്. ഇവർക്ക് മറ്റേ ബിസിനസ് ആണ്, പുള്ളി ഭാഗത്താണെന്ന് തോന്നുന്നു. അതെ, ഇതാണ് ഇത്. അതെ, ഞാനാണ് കിഴങ്ങൻ. 5 വർഷം കൊണ്ട് അങ്ങനെ ഞാൻ എത്ര കിട്ടിയാലും എനിക്ക് പഠിക്കില്ല. അങ്ങനത്തെ ഒരു മാട്ട കിഴങ്ങനാണ് ഞാൻ. താങ്ക് യു. എന്തായാലും അവരുടെ മനസ്സിലുള്ള കാര്യം ഈ 6-ാം വർഷമെങ്കിലും തുറന്ന് തങ്കച്ചാ. പറഞ്ഞ് ഇവനൊരു വിദ്യാർത്ഥിയുടെ ഫിഗർ ചെയ്യാന്ന്. ആശിഷ് വിദ്യാർത്ഥി. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം എനിക്ക് പേഴ്സണലി കുറച്ച് എക്സൈറ്റ്മെന്റ് ഉള്ളത് ഈ വലിയ തങ്കുവിന്റെ മനസ്സെന്താന്ന് അറിയാനാട്ടോ. തങ്കു അനുവിനെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് മനസ്സുകളുടെ സ്നേഹമാണത്. ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷയാണ്. അതെ അതെ, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണത്. എല്ലാരും കാണിച്ചേ. എല്ലാരും കാണട്ടെ. അല്ല, എല്ലാരും കാണിച്ചേ. എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാ ചേച്ചി. അതെ. ഇഷ്ടപ്പെട്ടു. അല്ല, പക്ഷെ ഇതിന്റെ അർത്ഥം കൂടെ എനിക്ക് പറഞ്ഞു തരണം. പറഞ്ഞു തരാം. ആദ്യം കാണിക്കൂ, ശരി, പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം അത് കാണിക്കൂ. മല്ലികാമയും കംപ്ലീറ്റ് ക്രൂവും ഇതിലുണ്ട് കേട്ടോ. ഇനി ആ ഒരു ക്രൂ ആരാന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ ഫ്ലവേഴ്സിൽ തന്നെ അനു ലീഡ് റോളിലെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, സൂസു. അതാണ് സീരിയലിന്റെ പേര്. ഇപ്പൊ അപ്പൊ ഇനി ഈ ഒരു ഗിഫ്റ്റ് എന്തിനാ കൊടുത്തേ? ഇവളൊറ്റ ഒരുത്തി കാരണമാണ് ഇത്രയും പേരുടെ ജീവിതം ഇല്ലാതാക്കി. അന്നെ മുടക്കി. ഇവരുടെ അരിപ്രശ്നം ഇല്ലാതാക്കിയത്. മര്യാദയ്ക്ക് കഞ്ഞി പിടിച്ചോണ്ട് സീരിയലിൽ കിടന്നവരെ വിളിച്ചോണ്ട് വന്ന് ഇവളുടെ അഭിനയത്തിന്റെ ആ മികവ് കൊണ്ട് അത് ആ സീരിയലിൽ നിർത്തി, പൊളിച്ചു നിർത്തി. ഇവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല കിട്ടുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ കഞ്ഞുകൂടി മുട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബോധം നിനക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഇത് കഴുത്തിൽ കെട്ടി തൂക്കുക. ഇതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ബാക്കിൽ കൂടെ കെട്ടി തൂക്കുകയാണ്. സുസു മാർച്ച് തുടങ്ങും. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു. നിങ്ങളൊരു യഥാർത്ഥ കാമുകനാണോ? അല്ല, എനിക്ക് ഇത്ര ബഹുമാനം ഉണ്ടായിരുന്നു. നല്ലൊരു കാമുകനാന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ആ കൊച്ചിനെ ഇങ്ങനെ ആക്ഷേപിച്ചത് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അല്ല, ഒരു പ്രസ്ഥാനം ഇല്ലാതാക്കി അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇപ്പോഴും വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും, ആ പെണ്ണ് അവിടെ ഉണ്ടാടേ, ഞങ്ങളെ കഞ്ഞി പിടിച്ചിട്ട് ആ പെണ്ണ് അവിടെ ഉണ്ടാ എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇത് നല്ലൊരു നാളിൽ ഞാൻ ഇത് കൊടുത്തത്. ഞങ്ങളെല്ലാം തങ്കച്ചനോട്, കാരണം അവന്റെ ജീവിതമല്ല നോക്കിയത്, 150 പേരുടെ ജീവിതം. എന്റെ ജീവിതം പോയി, മറ്റുള്ളവരുടെ ജീവിതം കൂടെ പോണ്ടെന്ന് കണക്കാക്കി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, നീ വീട്ടിൽ ചെയ്യണോ കുറച്ചാൽ. ഗിഫ്റ്റ് നോക്ക് ചേട്ടൻ. ജീവിതത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിർത്തിയ പരിപാടിക്ക് ഇത്രയും പ്രൊമോഷൻ. ശരി, ചേട്ടന്റെ ഗിഫ്റ്റ് തുറക്കാൻ പറയൂ ചേച്ചി. അയ്യോ, എന്തായാലും ഈ അവാർഡിന്റെ പേര് മറ്റേ കരിപ്പട്ടി സതീശൻ അവാർഡ്. അച്ഛനെ പറയട്ടെ, ഒന്നാം എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ശശി. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്.
കുട്ടി ഈ അടുത്തോടെ ഒരു ജിമ്മ്, കേരളത്തിലെ വലിയൊരു ജിമ്മ്, ഈ സീരിയലിന്റെ അഭിനയിച്ചെന്ന ഒരൊറ്റ പേരിലാണ് ആ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ സുസു സീരിയലില് അല്ലെ, ഈ അടുത്തല്ലേ ജിമ്മിന്റെ ഉദ്ഘാടനം ഇവിടെ കൊച്ചിയില്. അതറിഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി? അതിപ്പോ നിർത്തിയെന്ന് പറഞ്ഞിട്ട് സോസോ നിർത്തി ജിമ്മും നിർത്തി ഇപ്പൊ ജിമ്മ് നന്നായിട്ട് പോകുന്നുണ്ട്. തങ്കു ഇങ്ങനെ മല്ലികാമ്മയെ തന്നേന്നുണ്ടെങ്കിൽ ഇനി അനു എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവാ? എന്റെ തങ്കച്ചേട്ടന് വേണ്ടപ്പെട്ടതും അത് അറിയില്ലോ. സംഗതി തമാശയൊക്കെ തമാശ. എന്റെ തങ്കച്ചൻ ചേട്ടൻ എന്നാ പറയണേ. പാറ്റുചാരായിരിക്കണേ, പാറ്റുചാരായിരിക്കണേ. ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ മടിയായിരിക്കും, പക്ഷെ ഞാൻ കൊടുക്കും എന്റെ ചേട്ടന്. ഞാൻ എന്ത് കൊടുത്താലും എന്റെ ചേട്ടൻ സ്വീകരിക്കും. അപ്പൊ 5 കൊല്ലായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കണ തങ്കച്ചൻ ചേട്ടന് അനുവിന്റെ ഗിഫ്റ്റ്. അതെ. കടിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞ 5 വർഷം, അതായത് ഇന്ന് ക്രിസ്മസിന്റെ ഇന്ന് കുറച്ച് മുന്നേ വരെ അടിച്ച ചളി കൗണ്ടറുകൾ അതെല്ലാം ഇവിടെ മൊത്തം അടിച്ച് വാരി കഴുകി വൃത്തിയാക്കാനുള്ള സാധനമാണ് ഇത്. ഇത് നന്നായിട്ട് നല്ല കൂടി സാധനമാണ്. ഇതെന്റെ അമ്മ അച്ഛനും കൂടെ ഉണ്ടാക്കി തന്നു വിട്ടതാണ്. അത് എന്റെ അമ്മയച്ഛന് വിട്ട തന്നെ ഇത് ആ ചെളി എടുക്കേണ്ട സാധനം. ഇതും അതിനോട് ക്ലീൻ ചെയ്യേണ്ട സാധനം. വാരി എടുത്ത് കൊണ്ട് പോവേണ്ട സാധനം. ഇനി എടുത്തോ. എന്താണ് ഇതിന്റെ മനസ്സിലായില്ല? ഇതിന്റെ പൊരുൾ ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് മെഴുകുന്നില്ലേ, ആ മെഴുകുന്നുള്ള സാധനം പോയി കത്തിച്ച് അവിടെ പോയിരിക്കും. പോ. അങ്ങനല്ല പറയേണ്ടത്. ഇവിടെ കിടന്ന് മെഴുകുന്നില്ലേ, അതുകൊണ്ടുണ്ടാക്കിയ മെഴുകുതിരിയാ. എന്നാലും ഞാൻ പൃഥ്വിരാജിന്റെയും ഇദ്ദേഹത്തിന്റെ അമ്മയെ ഞാൻ പട്ടിണിയാക്കിയില്ല. ഇന്ന് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ, ഞാൻ പട്ടിണിയാക്കിയിട്ടില്ല. അത് നിന്റെ അഭിനയത്തിന്റെ കൂടുതലുണ്ട്. ശരി, ഓക്കെ. മെഴുകുതിരിയുടെ കൂട്ടത്തിൽ ശകലം മെഴുക്ക് പുരട്ടിയും കൂടെ കൊടുക്കായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ആ കുഴിയിൽ നിന്ന് ഞാൻ കയറിയത്. ഒരാളിനെ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ക്ലൈമാക്സ്. ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതിനേക്കാൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരുന്ന പോരെ. അല്ല, എനിക്കതിന് താ മ്യൂസിക്.